Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹോം തിയേറ്റർ ആൻഡ് സറൗണ്ട് സൗണ്ട് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, which component is essential for producing high quality surround sound sound in home theater system? ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ ഒരു ഹൈ ക്വാളിറ്റി സറൗണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു എസെൻഷ്യൽ കോമ്പണന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. പ്രൊജക്ടർ, ബ്ലൂറേ പ്ലെയർ, AV റിസീവർ, TV റിമോട്ട് കൺട്രോൾ. നമുക്കറിയാം AV റിസീവർ ആണ് അല്ലെ. ആ ഒരു വരുന്ന ഇൻപുട്ട് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നലിനെ AV റിസീവർ റിസീവ് ചെയ്ത് അതിൽ നിന്നും സൗണ്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? AV റിസീവറിനാണ് അല്ലെ. സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. Which type of speaker is essentially used to reproduce low frequency sounds in home theater system? ഒരു low frequency സൗണ്ടുകൾ റിപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പീക്കർ ഏതാണ്? സബ് വൂഫർ ആണ് അല്ലെ. ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ടുകൾ എന്ന് പറയുന്നത് ഈ ചെറിയ ബീപ്പ് സൗണ്ടുകൾ അല്ലെ, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സൗണ്ടുകളിനെയൊക്കെ നമുക്ക് എടുക്കുന്നത് ആരാണ്? ഈ ഒരു സബ് വൂഫർ ആണ്. ഓക്കെ, ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. Which type of cable is commonly used to transmit high definition audio and video signals between home theaters and components? ഏതാണ്? HDMI കേബിൾ ആണ്. ഓക്കെ, HDMI കേബിൾ ആണ് ഹൈ ഡെഫിനിഷൻ വീഡിയോ ആൻഡ് ഓഡിയോ സിഗ്നൽസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. What is the common configuration of surround sound speakers in a home theater system? ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ്. 5:1 ആണ്. 5.1 അല്ലെ. അതായത് നമുക്ക് നോർമൽ ആയിട്ട് X.Y.1 Z ആണ്. അപ്പോൾ ഹോം തിയേറ്റർ സിസ്റ്റത്തിലൊക്കെ നമുക്ക് 5.1 ഇനഫ് ആണ്. അതായത് 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്പീക്കേഴ്സും 1 എന്ന് പറയുന്നത് ഏതാണ്? അതായത് Y എന്ന് പറയുന്നത് വൂഫറാണ്, സബ് വൂഫറുമാണ്. Z എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഹെഡ് ടോപ്പിൽ വരുന്ന സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ ബേസിക് ആയിട്ട് വരുന്ന ആ ഒരു ഹോം തിയേറ്ററിൽ നമുക്ക് 5.1 വന്ന് 5 സ്പീക്കറുകളും ഒരു സബ് വൂഫറും ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ അക്കൗസ്റ്റിക് പാനൽ ഇൻ ഹോം തിയേറ്റർ റൂം? ഒരു അക്കൗസ്റ്റിക് പാനലിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും, അതായത് എക്കോ റിവർബേഷൻ ഒക്കെ വരുന്നില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്ത് സൗണ്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗസ്റ്റിക് പാനൽ നമ്മൾ ആ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ C ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. What is the main advantage of using 4K Ultra HD projector in a home theater system? ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ 4K Ultra HD പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? HD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ ഡെഫിനിഷൻ, ഒരു ഹൈ റെസൊല്യൂഷൻ നമുക്ക് വരുന്നത് അല്ലെ. 4K Ultra ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഹയർ റെസൊല്യൂഷനും ഒരു ക്ലിയർ പിക്ചർ ക്വാളിറ്റി നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. Which component is essential for controlling the lighting in a dedicated home theater room? Okay, ഒരു ലൈറ്റനിങ് സിസ്റ്റം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട ഒരു എസെൻഷ്യൽ കോമ്പണന്റ് ഏതാണ്? ഇറ്റ് ഈസ് ലൈറ്റ് ഡിമ്മർ സ്വിച്ച് ആണ് അല്ലെ. നമ്മുടെ ആ ഒരു ആംബിയന്റ് ലൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ആയിട്ട് ആംബിയന്റ് നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഡിമ്മർ സ്വിച്ച് ആവശ്യമാണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. Which type of screen is commonly used with a projector in a home theater system to enhance the picture quality? Picture quality enhance ചെയ്യുന്നതിന് ഏത് ടൈപ്പ് ഓഫ് സ്ക്രീൻ ആണ് ഹോം തിയേറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാൻ, അതായത് പ്രൊജക്ടറിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീൻ വിത്ത് ഹൈ ഗെയിൻ മെറ്റീരിയൽ. ഒരു ഹൈ ഗെയിൻ മെറ്റീരിയലോട് കൂടിയിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു പിക്ചർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ടർ ഹോം തിയേറ്ററിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. Which technology is commonly used in home theater system to deliver immersive 3D audio experience? Immersive 3D audio experience കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏത് ടെക്നോളജിയാണ് നമ്മൾ ഹോം തിയേറ്ററിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡോൾബി ആറ്റംസ് ആണ്. ഓക്കെ, ഡോൾബി അറ്റ്മോസ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. What is the primary function of HDMI-R audio return channel in a home theater system? ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിലെ HDMI-R ARCയുടെ യൂസ് എന്താണ്, അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. Allowing a single HDMI cable to transmit audio from TV back to the AV receiver. Okay, എന്താ ചെയ്യുന്നത്? ഒരു സിംഗിൾ HDMI കേബിളിനെ
ഓഡിയോ ടി വി ബാക്കിൽ നിന്നും AV റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു HDMI ARC നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which type of home theater speaker is designed to be placed behind or to the side of the viewer to create surround sound effect? Okay, ഏത് ടൈപ്പ് ഓഫ് ഹോം തിയേറ്ററിലാണ് നമ്മൾ ആ ഒരു സ്പീക്കർ ആണ് നമ്മൾ ഹോം തിയേറ്റർ സ്പീക്കർ ആണ് നമുക്ക്, അതായത് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വെക്കാനുള്ളത് ഏതാണ്? ഇറ്റ് ഈസ് സറൗണ്ട് സ്പീക്കർ ആണ്. ഓക്കെ, നമുക്ക് ആ ഒരു സൗണ്ട് എഫക്ട് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ലിസണേഴ്സിന്റെ ബാക്ക് സൈഡിൽ വെക്കുന്നത് ഏതാണ്? സറൗണ്ട് സ്പീക്കർ ആണ്. ഓക്കെ, which type of projection screen material is recommended for using in a home theater which controlling light? കൺട്രോൾഡ് ലൈറ്റിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏത് സ്ക്രീനാണ്, പ്രൊജക്ഷൻ സ്ക്രീൻ ആണ് നമുക്ക് ഹോം തിയേറ്ററിലേക്ക് റെക്കമെൻഡ് വരുന്നത്? മാറ്റെ വൈറ്റ് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു കൺട്രോൾഡ് ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഒരു യൂണിഫോം ലൈറ്റ് റിഫ്ലക്ഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിയർ ആയിട്ടും ഒരു ബ്രൈറ്റ് ഇമേജ്, ഹോട്ട്സ്പോട്ടുകളോ ക്ലെയറോ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു മാറ്റെ വൈറ്റ് മെറ്റീരിയൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, how does a projector contribute to the home theater experience? ഒരു പ്രൊജക്ടർ എങ്ങനെയാണ് ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബൈ പ്രൊജക്ടിംഗ് ലാർജ് സ്കെയിൽ വീഡിയോ കണ്ടന്റ് ഓൺ ടു എ സ്ക്രീൻ ഓർ വാൾ. ഓക്കെ, ഒരു സ്ക്രീനിലേക്കോ വാളിലേക്കോ ഒരു ലാർജ് സ്കെയിൽ വീഡിയോ കണ്ടന്റിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പ്രൊജക്ടർ ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the benefit of using acoustic panels in home theater? Okay, ഒരു acoustic panel home theaterൽ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? നമുക്ക് എക്കോ എല്ലാം റെഡ്യൂസ് ആകും, സൗണ്ട് ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റെഡ്യൂസിംഗ് എക്കോ ആൻഡ് ഇംപ്രൂവിംഗ് ദി സൗണ്ട് ക്ലാരിറ്റി. How does Dolby Atmos technology enhance the home theater audio experience? ഒരു ഹോം തിയേറ്റർ ഓഡിയോ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഡോൾബി അറ്റ്മോസ് ടെക്നോളജി എൻഹാൻസ് ചെയ്യുന്നത്? By adding high channels for a more immersive 3D sound experience. ഒരു 3D സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈ ചാനൽസുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡോൾബി അറ്റ്മോസ് ടെക്നോളജി ഒരു ഹോം തിയേറ്ററിന്റെ ഓഡിയോ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the primary purpose of surround sound system? ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രൈമറി പർപ്പസ് എന്താണ്? To create an immersive audio environment by using multiple speakers placed around the listener. നമ്മൾ ലിസണേഴ്സിന്റെ അറൗണ്ട് പല ഭാഗങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ സ്പീക്കേഴ്സുകളെ പ്ലേസ് ചെയ്ത് ഒരു ഇമ്മേഴ്സീവ് ആയിട്ട് ഒരു ഓഡിയോ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which type of speaker is in a surround sound system is typically placed directly in front of the viewer and handle dialogue and central audio elements? അത് ഏതാണ്? സെന്റർ സ്പീക്കർ ആണ് അല്ലെ. സെന്റർ സ്പീക്കർ ആണ് ഡയലോഗുകൾ ഹാൻഡിൽ ചെയ്യുകയും സെൻട്രൽ ഓഡിയോ എലമെന്റ്സുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? സെന്റർ സ്പീക്കർ. നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ വ്യൂവറിനായിട്ടാണ് നമ്മൾ ഈ ഒരു സെന്റർ സ്പീക്കർ പ്ലേസ് ചെയ്യുന്നത്. What is the function of subwoofer in a surround sound system? സബ്വൂഫറുടെ ഫംഗ്ഷൻ എന്താണ്? To reproduce low frequency sounds and enhance bass. അല്ലെ, ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ റിപ്രൊഡ്യൂസ് ചെയ്യുകയും ബാസുകളെല്ലാം എൻഹാൻസ് ചെയ്യുകയുമാണ് ഒരു സബ്വൂഫറിന്റെ ഡ്യൂട്ടി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. What is a common speaker configuration for 5.1 surround sound system? 5.1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എണ്ണം വരും? 5 സ്പീക്കറും ഒരു സബ്വൂഫറും ആണ് അല്ലെ. 5 speakers and 1 subwoofer. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 7.1 ആണെങ്കിലോ 7 സ്പീക്കറും 1 സബ്വൂഫറും ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് 7.1.2 ആണെങ്കിൽ 7 സ്പീക്കറുകൾ ഉണ്ടാകും. ഓക്കെ, 7 സ്പീക്കർ വരുന്നുണ്ടാകും, ഒരു സബ്വൂഫർ വരുന്നുണ്ടാകും. ഇത് നമുക്ക് ആ ഒരു ഹെഡ് സ്പീക്കറും കൂടി വരുന്നുണ്ടാവും. ഓക്കെ, ഹെഡ് സ്പീക്കറും കൂടി വരുന്നതാണ്. What is the benefit of using wireless surround speaker in a home theater system? ഒരു വയർലെസ് സറൗണ്ട് സ്പീക്കർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? It's easy to set up and reduce the cable clutter. അല്ലെ, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കേബിളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ ഒരു കൺജക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹോം തിയേറ്ററിൽ നിന്നും സറൗണ്ട് സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.